മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. 38,000 ബസ്സുകൾ ഒരു കാലത്ത് കേരളത്തിലുണ്ടായിരുന്നത്രേ, സ്വകാര്യ ബസ്സുകൾ. ഇന്നാട്ടിലെ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നു അത്. നമ്മുടെ ഗതാഗത സംസ്കാരത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നു സ്വകാര്യ ബസ്സുകൾ. ആ സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. കാരണങ്ങൾ പലതുണ്ട്. എന്തൊക്കെയായിരിക്കാം അവർ നേരിടുന്ന വെല്ലുവിളികൾ? ഇന്നത്തെ ചർച്ച അതുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ PC രാജൻ വേണാട്. അദ്ദേഹം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ദേവികുളം താലൂക്ക് പ്രസിഡന്റ് കൂടിയാണ്. സ്വാഗതം സാർ. സാർ, പ്രൈവറ്റ് ബസ് കുറേ കാലങ്ങളായി നേരിടുന്ന പ്രതിസന്ധികളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഹൈറേഞ്ചിൻ്റെ വലിയ പ്രത്യാശയായിരുന്നു ബസ്, വലിയ പ്രതീക്ഷയായിരുന്നു. എത്രയോ സ്ഥലങ്ങളിലാണ് പ്രൈവറ്റ് ബസ് റോഡുണ്ടാക്കി ഓടിച്ച് ജനങ്ങളുടെ പ്രതീക്ഷകളെ കാത്തത്. ഇപ്പോൾ എന്താണ് സത്യത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ? ഇതിനകത്ത് ഈ സ്വകാര്യ ബസ് കേരളത്തിൽ ഏതാണ്ട് ഒരു 20 വർഷത്തിന് മുമ്പേ 38,000-ഓളം ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന, ഇന്നത് 10,000-ന് താഴെയായി. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഇതിൻ്റെ എണ്ണത്തിൽ കുറവും ചോർച്ചയും ഒരു പരിധിവരെ ജനങ്ങൾ ഇതിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് വാസ്തവമാണ്. ഓരോ പ്രദേശത്തെ പ്രത്യേക സാഹചര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകും. എന്നാലും ഈ മേഖല ഇടുക്കി ജില്ലയെ പോലെയുള്ള കേരളത്തിലെ 14 ജില്ലകളിലും ഉൾഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ട പഞ്ചായത്തുകൾ, നമ്മുടെ മാങ്കുളം, കൊന്നത്തടി, അതുപോലെ തന്നെ നമ്മുടെ വൈസമ്പാലി, മുരിക്കാശ്ശേരി, തോപ്രാംകുടി, തങ്കമണി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം, കാന്തല്ലൂർ, കോവിലൂർ, ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട പഞ്ചായത്ത് മേഖലകളിലും ഒരിക്കലും തീരാത്ത രീതിയിലുള്ളൊരു സേവനമാണ് ഇവിടെ നമുക്ക് അർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ മുൻഗാമികൾ വളരെ കാര്യത്തിലൊരു സംശയമില്ല. കാരണം എൻ്റെ ഓർമ്മയിൽ പോലും ഈ പൊട്ടങ്കാട് പോലുള്ള മേഖലകളിലേക്ക്, അതുപോലെ തന്നെ ആദ്യമായി കാന്തല്ലൂർ പോകുന്ന മേഖലകളിൽ, ഈ 90-91 മേഖലകളിലൊക്കെ സാക്ഷരതാ പരിപാടികൾ നടക്കുന്ന സമയത്തൊക്കെ ഈ BP ഉണ്ട്, PMS ഉണ്ട്, NMS ഒക്കെ ഉണ്ട്. അന്നങ്ങോട്ട് ഞാൻ ബസ്സിനാണ് പോകുന്നത്. സത്യത്തിൽ അന്നൊക്കെ റോഡ് പോലും നന്നായിട്ടില്ല. അപ്പൊ വലിയൊരു വ്യവസായമായിരുന്നു അത് സത്യത്തിൽ, വലിയൊരു വ്യവസായം. ഇന്നും ആ വ്യവസായം ഇന്നും ഏതാണ്ട് നമ്മൾക്ക് ഒരു വ്യക്തിയാണ് നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ, ഏതാണ്ട് 600 കോടി രൂപയോളം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പം ഇന്ന് ചുരുക്കം ബസ്സുകളുള്ളത്. അപ്പം അന്ന് 36,000 ബസ്സുകൾ, 38,000 ബസ്സുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അതിൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അതിനകത്തുനിന്ന് ജോലി ചെയ്ത് എല്ലാം കുടുംബം പോറ്റി, അതിന് അനുബന്ധ ജീവനക്കാരും, അങ്ങനെ ഒട്ടനവധി ജീവനക്കാർ, ടയർ കട്ടക്കാർ, അങ്ങനെ ഒരുപാട് അതിന് പറയാനുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം തന്നെ വിവിധ ജോലികളിലേക്കൊക്കെ മാറിപ്പോയി. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ജനം ഇതിനകത്തുനിന്ന് പുറകോട്ട് പോയത് ഒന്ന്, ഞാൻ KSRTC മാത്രം പറയില്ല. KSRTC കടന്നു കയറി വന്നപ്പോൾ ഒരു പൊതുവേ ഒരു ക്ഷീണം വന്നു. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ആളുകൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ സ്വകാര്യ ബസ്സുകൾ ഇപ്പം ഇന്ന് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ സ്ഥാപനം നടത്തുന്നവരെല്ലാം ഇതിലെ വിദ്യാർത്ഥികളാണ്. ശരിക്കും ഹൈറേഞ്ചിൽ പ്രത്യേകിച്ചും മാങ്കുളം പോലുള്ള മേഖലയിലെ വിദ്യാർത്ഥികളായിരുന്നു. അവരെല്ലാം വലുതായി ആയിപ്പോയി. ഇത് വലുതായി വന്നപ്പോൾ അതൊക്കെ അവർക്ക് വേറെ സൗകര്യങ്ങളും, കാറ് സൗകര്യങ്ങളും, വഴി സൗകര്യങ്ങളൊക്കെ ആയപ്പം അതിൻ്റെ ആ ജീവിതശൈലിയിൽ അങ്ങ് മാറിപ്പോയി. യാത്രക്കാരിൽ വലിയ കുറവ് വന്നു. നിങ്ങളുടെ ബസ് നിങ്ങൾ ഹൈടെക് ആക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് ഇപ്പം തന്നെ ആണെങ്കിൽ തന്നെ ഞങ്ങൾ സാധാരണഗതിയിൽ ഒരു 10 വർഷത്തിന് മുമ്പേ ഒരു വണ്ടി ചെയ്സ് എടുത്ത് ബോഡി പണിത് ഇറക്കണമെങ്കിൽ ഒരു 20-22 ലക്ഷം രൂപ മതിയായിരുന്നു. ഇന്ന് കേന്ദ്ര മോട്ടോർ നിയമപ്രകാരം ഇന്ന് 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷം രൂപ അത്ര. അപ്പോൾ അത്രയും വ്യത്യാസം വന്നു. അപ്പോൾ അത്രയും വണ്ടിയിൽ അത്രയും ടെക്നിക്കലും അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു ഒരു വണ്ടിയിൽ. അപ്പോൾ അത്രയും ജനങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് പോകുമ്പോഴും ഇത് വലിയൊരു ഓരോ ഗവൺമെൻറ്റിൻ്റെ
ചില തെറ്റായ നയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് ബാധിക്കുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് മാറിയിട്ടാണ് ഇത് ഞങ്ങൾ എണ്ണത്തിൽ കുറയാനുള്ള കാരണം. ഇപ്പൊ ജൂൺ 15-ന് കേരള സർക്കാർ, പുതിയ സർക്കാർ, UDF സർക്കാർ നടപ്പാക്കിയ അവരുടെ വാഗ്ദാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു അത്. ആ വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, പ്രത്യേകിച്ച് അവരുടെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചൊരു കാര്യമായിരുന്നു. അത് ഭരണത്തിൽ കയറി അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് നടപ്പാക്കി. തുടർന്ന് നിങ്ങൾ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പൊതുവെ നിങ്ങൾ വലിയൊരു കിടങ്ങിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ആഴത്തിലേക്ക് നിബന്ധിച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു. സത്യത്തിൽ അത് വലിയൊരു ഭാരമായി നിങ്ങളെ തളർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. കേരളത്തിലെ ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് 40% സർവീസുകളെ വലിയ രീതിയിൽ ബാധിക്കുക മാത്രമല്ല, ഘട്ടം ഘട്ടമായിട്ട് നിർത്തിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലാണ്. അതിൻ്റെ തുടക്കമായിട്ട് അടിമാലിയിൽ നിർത്തി, കട്ടപ്പന ഭാഗത്ത് 1-2 സർവീസുകൾ നിർത്തി. ഇപ്പം ഞാൻ സഹിതമുള്ള ബഹുമാനപ്പെട്ട എൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇതിനനുകൂലമായ ഈ പ്രസ്ഥാനം നിലനിർത്താനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, ഗവൺമെൻറ് എല്ലാം ഒന്നടങ്കം ഇത് ഞങ്ങൾ കൈവിടൂല, ഞങ്ങളിത് രക്ഷപ്പെടുത്തും എന്നുള്ളൊരു വാക്ക് ചർച്ചയിലൂടെയും അല്ലാതെ മാധ്യമങ്ങളിലെല്ലാം പറയുന്നത്. നിങ്ങൾ പല തരത്തിൽ ഇത് സർക്കാരിന്റെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് അല്ലേ? ശ്രദ്ധിച്ചത്. ഇപ്പോൾ നിങ്ങളൊരു പ്രൈവറ്റ് ബസ്സുകൾ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. പണിമുടക്ക് ഇന്നിപ്പോൾ 4 ജില്ലകളിൽ, കോട്ടയം അടക്കമുള്ള 4 ജില്ലകളിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വരുന്ന തിങ്കളാഴ്ച ഇവിടെ ഈ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ബസ് തൊഴിലാളികളും കൂടി അടിമാലിയിൽ ഒരു ധർണ ബസ് സ്റ്റാൻഡിൽ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊരു പ്രതിഷേധം എന്ന രീതിയിൽ വിവിധ ഘട്ടങ്ങളായിട്ട് ഓരോ ജില്ലകളിലുമായിട്ട് നടത്തുന്നുണ്ട്. അത് 13-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ 13-ാം തീയതി ചർച്ചയിൽ അനുകൂലമായ തീരുമാനമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു സൂചന എന്ന രീതിയിൽ അനിശ്ചിതകാലം പണിമുടക്ക് അല്ലാതെ ഒരു സൂചനാ പണിമുടക്ക് ചെയ്യുകയും കേരളം ഒട്ടാകെ എല്ലാ സംഘടനകളും കൂടി നടത്തുകയും അതിൻ്റെ അനുബന്ധമായിട്ടും തീരുമാനങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുക. അല്ലാതെ അറിയാലോ, ഈ രാഷ്ട്രീയ പാർട്ടികൾ പോലും സംഘടനകൾ സമരം ചെയ്യുക. പണ്ടൊക്കെ KC ബോർഡ് അല്ലെങ്കിൽ NGO യൂണിയൻ, അധ്യാപക സംഘടനകളൊക്കെ സമര രംഗത്ത് ഇറങ്ങുന്ന അങ്ങയുടെ ഓർമ്മയിലുണ്ടാവും. പക്ഷേ അതുപോലെ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇപ്പോൾ ഒരു സമരവും വേണ്ടത്ര ക്ലിക്ക് ചെയ്യാത്ത ഒരു സാമൂഹിക സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്, രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. കാരണം പല കാരണങ്ങളുണ്ട്. അങ്ങ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ബസ്സിൻ്റെ രീതി മാറിയതുപോലെ തന്നെയാണ് സാമൂഹിക ഘടന മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഒരു സമരം എത്ര കണ്ട് വിജയിക്കുമെന്നാണ് അങ്ങ് ചിന്തിക്കുന്നത്? ഞങ്ങളിത് മനസ്സിലാക്കുന്നത്, ഇത് ഈ സൗജന്യയാത്ര, സ്ത്രീകൾക്ക് പ്രിയദർശിനിയിലെ സൗജന്യയാത്രയും കൊണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല മാത്രമല്ല ഇതിനകത്ത് തകർന്നു പോകുന്നത്. അതാത് ബസ് സ്റ്റാൻഡിലുള്ള ആ മേഖലയിലുള്ള ഓട്ടോറിക്ഷ, ടാക്സി, ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഇത് നടത്തുന്ന ആ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അവരെല്ലാം ഘട്ടഘട്ടമായിട്ട് പുറത്തേക്ക് വരിക. കാരണം അവർ ഇത് പെട്ടെന്നൊരു ഷോക്കേറ്റ പോലെ നിൽക്കുക, എന്താ ചെയ്യണേ എന്നുള്ളതൊരു ഇതില്ല. ഈ ഞങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന പോലെ തന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ മേഖലയിലെല്ലാം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ തൊഴിലാളികൾ, ഞങ്ങളുടെ തൊഴിലാളികൾ, ഇതെല്ലാം ഞങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും അത് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു മറ്റുള്ള പാർട്ടികളുടെ. അങ്ങ് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പോലും പെടുന്നത്. ഒരുപക്ഷെ ഇത് പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾക്ക് അപ്പുറത്തേക്ക് ഈ സ്വകാര്യമായി ഓടുന്ന ടാക്സി ഓടുന്ന വാഹനങ്ങൾ, അല്ലാത്ത വാഹനങ്ങൾ, ഇവരെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്നാണ് അങ്ങ്. തീർച്ചയായിട്ടും ഓട്ടോറിക്ഷ വലിയ അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടാനുള്ള സാധ്യത നിങ്ങൾ തള്ളിക്കളയുന്നില്ല? ഇല്ല, അത് രൂപപ്പെടുത്തിയേ പറ്റൂ. അതിനൊരു കോർഡിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ പോകാൻ പറ്റും. നിങ്ങളത് പ്രത്യക്ഷമായി ബാധിക്കുന്നു, അവരെ പരോക്ഷമായി ബാധിക്കുന്നു. അവരെ എങ്ങനെയാണ് ഇത് പരോക്ഷമായി ബാധിക്കുന്നതെന്ന് വിശദീകരിക്കുക. അത് വിശദീകരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അടിമാലി ബസ് സ്റ്റാൻഡിൽ തൊട്ട് മേളിൽ ഉള്ള ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. താഴെ ഒരു കഴിഞ്ഞ ട്രാഫിക് കമ്മിറ്റിയിൽ 5 വണ്ടി ഓടാനുള്ള അത് എന്തിനാ ആ 5 വണ്ടി അവിടെ ഇടുന്നത്? മേളിൽ നിന്ന് ടേണായിട്ട് വരണം. അപ്പോൾ അത് ഈ ബസ്സിൽ വന്ന യാത്രക്കാരെ കൊണ്ടുപോയി ഇറക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് അടിമാലിയിൽ ഇപ്പോൾ പൊതുവെ ഇവിടെ KSRTC സ്റ്റാൻഡ് തനിച്ചില്ലാത്തതുകൊണ്ട് നാട്ടുപ്രദേശത്തൊക്കെ KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് സ്റ്റാൻഡിലാണ്. ജസ്റ്റ് ഒന്ന് പ്രൈവറ്റ് സ്റ്റാൻഡ് കയറി ഇറങ്ങി പോകത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വണ്ടി കയറി ഇറങ്ങി വന്ന ഞാനിപ്പോൾ ഒരു യാത്രക്കാരനാണ്. എനിക്ക് തൊട്ടടുത്ത് അപ്പുറത്ത് ലുലുമാൾ അവിടം വരെ പോകണം ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരു 60 രൂപ അവിടെ ചാർജ്, ഓട്ടോ കൂലി. ഈ അന്നേരമാണ് ഒരു പ്രിയദർശിനി വന്നെ. ഞാൻ അതിനകത്ത് കയറി എൻ്റെ മുമ്പിൽ ഇറങ്ങി ഞാനങ്ങ് പോകും.
അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഈ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സ്റ്റാൻഡ് തന്നെ പൊളിച്ചുകൊണ്ട് പോകുക. അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു കടല കച്ചവടക്കാരൻ അവിടെ KSRTC സ്റ്റാൻഡ് വേറെയാണ്. കടല കച്ചവടക്കാരൻ വർഷങ്ങളായിട്ട് തമ്മിൽ വലിയ വ്യത്യാസമല്ല അതെ പത്തനംതിട്ട അതെ അതെ അത് വലിയ വ്യത്യാസം. വർഷങ്ങളായിട്ട് പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഒരു കടല കച്ചവടക്കാരൻ നല്ല രീതിയിൽ കടല ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ കഴിഞ്ഞ ദിവസം പുള്ളി അത് പൊളിച്ചുകൊണ്ട് KSRTC സ്റ്റാൻഡിൻ്റെ അറ്റത്തുകൊണ്ട് വെച്ചു. അതാണ് അതിൻ്റെ ഒരു വിളിച്ചോണ്ട് വെക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ അപ്പുറത്തേൽ കൂടുതൽ ജനം അങ്ങോട്ട് പോയി. അപ്പൊ ഈ പറയുന്ന അവരെയും കൂടി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് ഈ ഓട്ടോവരെ കൂട്ടിക്കൊണ്ട് എല്ലാ യൂണിയനും അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സമരത്തെ വിജയിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത്രയും ഒരു കാര്യങ്ങളിലേക്ക് ഞങ്ങളെ തള്ളി വിടൂല ഗവൺമെന്റ് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ശരിക്കും ഇതിനകത്ത് ഒരു തിടുക്കം കൂട്ടി ചെയ്തു പോയി ഗവൺമെൻറ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം ജനങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമമോ സങ്കടവും ഇല്ല. കാരണം ഞങ്ങളും ആ ജനങ്ങളിൽ പെടുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ സ്ത്രീകളുണ്ട്, അവരും ഇതിൽ ഉപകരിക്കും. ഇപ്പം ഇത് 100% ആളുകൾ ഇപ്പോൾ ദുർവിനിയോഗം ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഒരു ഷോപ്പിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീ, അവർ ഒരു 350 രൂപയായിരിക്കും അവരുടെ കൂലി. അവർക്ക് ഒരു ഫ്രീ പോയി 10-20 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ പോയി അവർ വീട്ടിൽ വന്ന് ഓർത്താൽ 40 രൂപ അല്ലെങ്കിൽ 30 രൂപ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇവിടുന്ന് ഇപ്പം ഞാൻ സർക്കാർ ജോലിക്കാർക്ക് കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് പറയുകയല്ല, പക്ഷേ അതിലും പോലെ യാത്ര ചെയ്യുന്നവർക്ക് പറയുകയല്ല, ഈ പറയുന്ന പല സ്ത്രീകൾക്കും പലവർക്കും ഇതിനകത്ത് ബസ്സിൽ കയറിയിട്ട് ഫ്രീ ആയി പോകാൻ തന്നെ ഒരു വിഷമമുണ്ട്. ഞങ്ങൾക്ക് ഇത് എന്തിനാന്ന് ചോദിക്കുന്ന ആളുകൾ നമ്മളെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ അർഹതയുള്ളവർ കൊടുത്താൽ പോരെയെന്ന്. കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അത് മതി, അവർ ഇതിലേക്ക് ചെല്ലേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ജീവനക്കാരായ സ്ത്രീകൾ ഒരു നല്ലൊരു പങ്കും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അവരെ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ കൂടുതലും. ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവതിയാണ്, കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അർഹതയുള്ളവർക്ക് ഈ സാധാരണക്കാർക്ക് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വണ്ടിയിൽ കയറാൻ പോലും പറ്റില്ല. കാരണം അനാവശ്യമായി വരുന്ന ആളുകളാണ്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തുനിന്ന് ഒരു 10-20 പേര് ചുമ്മാ മൂന്നാറിൽ ചായപ്പൊടി മേടിക്കാൻ വന്നു. നടന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അവിടെ വന്ന് ചായപ്പൊടി മേടിച്ച് അടുത്ത വണ്ടി കയറി അവർ മൂന്നാറ് ഒരു പൈസയും മുടക്കില്ല. അപ്പോൾ ഇനി സീസൺ വരുമ്പോൾ ഇതൊന്നുമല്ല അംഗം. അപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ചാൽ KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ തന്നെ ഇപ്പം നഷ്ടമാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ട്. ഈ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ കൊടുത്തിരിക്കുന്നത് 20 കിലോമീറ്ററിന് താഴെയേ കൊടുത്തിട്ടുള്ളൂ, ഗ്രാമവണ്ടികളും ടൗണിനകത്തായാലും. ആ 20 കിലോമീറ്ററിലാണ് ഇവർക്ക് ഫ്രീ പോകാൻ കഴിയുള്ളൂ. ഇവിടെ അത് അശാസ്ത്രീയമായിട്ട് മൂന്നാറിൽ നിന്ന് ആലപ്പുഴയ്ക്കും കോട്ടയത്തിനൊക്കെ കൊടുത്തു. അത്രയും ദൂരങ്ങളാണ്, 200-250 കിലോമീറ്റർ. അതും പോരാഞ്ഞിട്ട് ഇൻട്രസ്റ്റേറ്റ്. അപ്പം അത് വലിയ ഒരു ഇൻട്രസ്റ്റേറ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റേറ്റ് കൊടുത്തു, തമിഴ്നാട് വണ്ടിക്കും കൊടുത്തു. അല്ല, ഈ എറണാകുളത്ത് നിന്ന് മൂന്നാറിനുണ്ട്, തൊടുപുഴയിൽ നിന്ന് ദേവികുളത്തിനുണ്ട്, ആലപ്പുഴയ്ക്ക്, ഇതെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ അത് കുറച്ചും കൂടി അതിനെ സംബന്ധിച്ചൊരു ചർച്ച വേണ്ടതായിരുന്നു. ഗവൺമെന്റ് ഈ 100 ദിവസം. പക്ഷെ അങ്ങനെയൊക്കെ അറിയാലോ, നമുക്ക് ഈ സ്ത്രീകൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ, ഒപ്പം തന്നെ കുട്ടികൾക്കുള്ള അവകാശങ്ങൾ, ഇതൊക്കെ ഒരു സാമൂഹിക പരിരക്ഷയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇല്ലേ? നമ്മൾ പ്രത്യേകിച്ച് അവർ അസ്വതന്ത്രരാണ്, ആണുങ്ങൾ അനുഭവിക്കുന്ന അത്രയും, പ്രത്യേകിച്ച് ഒരു പുരുഷ കേന്ദ്രീകൃത ഒരു ആണധികാര സമൂഹത്തിൽ പെണ്ണ് നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കരകയറ്റി ഒപ്പം കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമൊക്കെ കൂടിയാണ്, ഒരു നന്മയുടെ ഭാഗവും കൂടിയാണിത്. അത് കുറച്ചും കൂടി ചർച്ച ചെയ്യണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഗവൺമെന്റ് ഒന്നും കൂടി ഇത് പഠനം നടത്തിയിട്ട് ജനങ്ങളിൽ എന്താണ്, ഏത് കാറ്റഗറിയിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ നമ്മൾ വിദേശത്തു നിന്ന് വനിതകൾ വരുന്നുണ്ട്. വിദേശത്തു നിന്ന് മൂന്നാർ കാണാനും നമ്മുടെ ജില്ലയൊക്കെ ടൂർ പല ജില്ലകൾ വരുന്നുണ്ട്. ഇവർ ലക്ഷങ്ങൾ മുടക്കി വിനോദസഞ്ചാരത്തിന് വന്ന് അതാത് എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്കും ഫ്രീയാണ്. ആ ഒരു നയം ശരിക്കും KSRTCനെയും ഞങ്ങളെയൊക്കെ ടൂറിസ്റ്റ് മേഖലയിലേക്ക് ഭയങ്കരമായിട്ട് ബാധിച്ചു. കാരണം അവർ വന്ന പൈസ മുടക്കി യാത്ര ചെയ്യാൻ വേണ്ടി വരണം. ഇപ്പോൾ ഒരു ബസ്സിനകത്ത് 30 സ്ത്രീകളുണ്ടെങ്കിൽ അതിനകത്ത് 10 സ്ത്രീകൾ വിദേശ വനിതകളാണെങ്കിൽ അവരെ ടിക്കറ്റ് കൊടുക്കാൻ പറ്റൂ, അവർക്ക് വേറെ ഇത് കാണാൻ പറ്റൂ. അപ്പം അങ്ങനെ പഠനത്തിൽ ഒരു വ്യത്യാസം വന്നു. ഇതെല്ലാം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളോട് എന്തെങ്കിലും നിങ്ങൾ നിർദ്ദേശം വെക്കണ്ടെങ്കിൽ ആ നിർദ്ദേശം വയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനകത്ത് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം, അതായത് ഗവൺമെൻറ്റിനും പ്രതിച്ഛായയ്ക്ക് ഒരു മങ്ങൽ വരാത്ത രീതിയിലും ഈ പറയുന്ന ഞങ്ങൾക്കും ഈ ഒന്ന് പിടിച്ചു നിൽക്കാൻ പാകത്തിനുള്ള ഒരു സജഷൻ വെച്ചിട്ടുണ്ട്. അത് 55 വയസ്സിന് മേളിലേക്കുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഫ്രീ കൊടുക്കുക. +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കുക. അതുപോലെ തന്നെ
ഡയാലിസിസ്, ക്യാൻസർ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾക്ക് വരുന്നത്. അപ്പം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ 90% ബസ്സുകളിലും ഇത്തരം രോഗികൾക്ക് ഞങ്ങൾ ഫ്രീ കൊടുക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് സൈലൻ്റ് ആയിട്ട്, അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നൊന്നുമില്ല, സൈലൻ്റ് ആയിട്ട് നമ്മൾ എല്ലാ ഈ വണ്ടികളും പ്രൈവറ്റ് ഓണേഴ്സ് അസോസിയേഷൻ അതിന് സമ്മതിക്കുമോ? എങ്ങനെ ഇപ്പൊ അങ്ങനെ ഫ്രീ കൊടുക്കാൻ? ഇല്ല, അത് ഉടമസ്ഥൻ്റെ ഇതിലാണ്. ഇപ്പം എൻ്റെ വണ്ടിക്ക് ഞാൻ ഉടമസ്ഥൻ തന്നെയാണ്. അതാണ്. അപ്പോൾ അത് നമ്മളൊരു മാനുഷിക പരിഗണന. അവരെ കാണുമ്പോൾ നമ്മൾ കൊടുത്തു പോകും. അവർ കണ്ടക്ടറായാലും കൊടുത്തു പോകും. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് കൊടുക്കും. അതിനുള്ള അധികാരം കണ്ടക്ടർക്കുണ്ട്. അതുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ, അതായത് നമ്മൾ ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു സാമ്പത്തികമായുള്ള സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു വർഷത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അത് അറിയുന്നില്ല, അല്ല പുറത്തറിയുന്നില്ല. പൊതുവെ പ്രൈവറ്റ് ബസ്സുകാർ വല്ലാതെ മോശക്കാരാന്നുള്ളത്, രാഷ്ട്രീയമായി പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് ചില കിംവദന്തികളും ഉണ്ട്. അല്ല, അത് ഇതിനകത്ത് ഇപ്പോൾ ഒരു 1-2 ഇപ്പോൾ 100 പേരുള്ളിടത്ത് 1-2 പണിക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സംഭവം വന്നാൽ എല്ലായിടത്തും അത് സംഭവിക്കും. അങ്ങനെ എല്ലാവരും അങ്ങനെ കാണാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ അറിയാലോ, ഒരു 10 വർഷം മുമ്പ് വരെ നമ്മുടെ അടിമാലി പരിസരം അല്ലെങ്കിൽ ഹൈറേഞ്ചിന്റെ പരിസരം മൊത്തത്തിലെടുത്ത് പ്രതീക്ഷിച്ചാൽ നമ്മുടെ ലേഡീസ്, പ്രത്യേകിച്ച് വനിതകൾ, കൂടുതലും പ്രൈവറ്റ് ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരുന്നു. ഈ KSRTC ഡിപ്പെൻഡ് ചെയ്യുന്നവരല്ല. KSRTC വന്നാൽ അവർ കയറാറില്ല. ഓർഡിനറി ബസ് ആണെങ്കിലും കയറില്ല. അതിന്റെ കാര്യം എന്താ വെച്ചാൽ അതിന് പൈസ കൂടുമെന്നൊരു ധാരണ, മറ്റൊന്ന് ഒരു അപരിചിതത്വം ഉണ്ടായിരുന്നു അവർക്ക്. ഈ ബസ്സുമായിട്ട് ഒരു അപരിചിതത്വം നിലനിന്നിരുന്നു. അത് നിങ്ങൾക്ക് ഗുണകരമായിരുന്നു. നിങ്ങളുടെ ബസ് കാണുമ്പോഴേ, പ്രത്യേകിച്ച് സ്വകാര്യ ബസ് കാണുമ്പോഴേ ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ഒരു വലിയ പ്രതീക്ഷയെ അവർ കൈനീട്ടി കയറി സന്തോഷമുണ്ടായിരുന്നു. അതെന്താണ് അങ്ങനെ ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്? അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി എറണാകുളത്ത് പഠിക്കുക, ഒരു +2 അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുകയാണ്. ഈ വണ്ടിയിൽ വെളുപ്പിനെയൊക്കെ വന്ന ക്ലാസ്സിന് പോകാനായിട്ട് മാതാപിതാക്കൾ ധൈര്യപൂർവ്വം കയറ്റി ഇന്ന സ്ഥലത്ത് ഇറക്കി വിട്ട് പോകാൻ പറയും. അതുപോലെ തന്നെ ആ കുട്ടികൾ തിരിച്ചും വരും. അപ്പോൾ ആ ഒരു വിശ്വസ്തത, ഭയങ്കര ഒരു ഉത്തരവാദിത്വം. അതുപോലെ തന്നെ ചില സാധനങ്ങൾ കൊടുത്തോളണം. അതിപ്പോഴും ഉണ്ട്. വേറെ KSRTC ഇപ്പോഴും കൊടുക്കത്തില്ല. കാരണം അത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ജീവനക്കാരുടെ കുഴപ്പമല്ല. ഈ വണ്ടി ഒന്ന് ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയി പോയാൽ, പിന്നെ നമ്മുടെ ബ്രേക്ക് ഡൗൺ ആയി പോയാൽ മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ മാറിപ്പോകും. അത് അവിടെ കിടക്കും, വേറെ വണ്ടി വരണം. അങ്ങനെയുള്ളൊരു സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ജനം ഈ ജനത്തിൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ലാത്തതാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ സ്വകാര്യ ബസ്. ഇപ്പോൾ ദൈനംദിന നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് എത്ര രൂപയുടെ നഷ്ടം വരുന്നുണ്ടെന്നാണ് നിങ്ങൾ കണക്കൂടുന്നത് ഒരു ബസ്സിന്? ഞങ്ങൾക്ക് 1000 രൂപ മുതൽ ഒരു 3500 വരെ ശരാശരി. അത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്ന എന്ന് പറയുന്നത് എറണാകുളം മൂന്നാർ റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ KSRTC വെള്ളവണ്ടി ഓടുന്നത്. അതുപോലെ തന്നെ വൈസമ്പാലി മേഖല, പിന്നെ ഇടുക്കിയിൽ കട്ടപ്പന, എറണാകുളം, അങ്ങനെയുള്ള നമ്മുടെ ബോർഡറിലേക്ക് ഓടുന്ന ഇൻഡർസ്റ്റേറ്റ് വണ്ടി ഓടുന്ന മേഖലകൾ, ഇത് ഇത്രയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് ഇപ്പം നിലവിൽ ഒരു 3000 രൂപ 3500 രൂപ നഷ്ടം വരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവനക്കാർക്ക് കൊടുക്കേണ്ട വേതനം ആണ് പോകുന്നത്. വേതനവും ഡീസലിന്റെ പൈസ ഏതാണ്ട് 5000 രൂപ വേണ്ടി വരില്ലേ? ഇല്ല, ശരാശരി ഒരു 7000 രൂപ വണ്ടികൾക്ക് വേണം. ഈ വേതനം ഉൾപ്പെടെ. വേതനം ഉൾപ്പെടെയല്ല, ഡീസലിന്. കാരണം ഇപ്പൊ യുദ്ധമൊക്കെ ആയിട്ട് 8 രൂപ മുമ്പ് കൂടിയില്ലേ ഡീസലിന്റെ പൈസ? 7000 രൂപ അതിന് വേണം. ശരാശരി ഒരു വണ്ടിക്ക് 10-15,000 രൂപ വരുമാനം ഉണ്ടെങ്കിലേ ടാക്സ് ഒക്കെ ഒരു 15,000 രൂപ വരുമാനം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഡീസൽ ഉൾപ്പെടെ ടയർ കട്ടയൊക്കെ ഒറ്റയടിക്ക് 2000-2000 മേളിലേക്ക് കൂടി. അപ്പോൾ വലിയ പ്രതിസന്ധിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ഈ ടാക്സ് 50% കുറയ്ക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഞങ്ങൾ കുറച്ചില്ല, ഞങ്ങൾ ഡിമാൻഡ് വെച്ചില്ല. ഞങ്ങൾ ടാക്സ് ഒഴിവാക്കി തരണമെന്നാണ് പറഞ്ഞത്. ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് നിയമസഭയിൽ 50% കുറച്ച് തന്നു. വളരെ സന്തോഷമുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ ഞങ്ങളുടെ ഈ 1000 മുതൽ 3500 രൂപ അതിലോ മുകളിലേക്ക് കുറവ് വരുമ്പോൾ, ഒരു ദിവസം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് 38 സീറ്റുള്ള വണ്ടിക്ക് 130 രൂപയും 48 സീറ്റുള്ള വണ്ടിക്ക് 140 രൂപയാണ് ഈ ടാക്സിനത്തിൽ പകുതിയിൽ കുറവ് വരുന്നത്. ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ് ടാക്സ് കുറച്ച് തന്നല്ലോ, അതുകൊണ്ട് ഇവർക്ക് എന്നാ കുഴപ്പമെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഇതാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം ഏറ്റവും അധികം 140 രൂപയാണ് അതിനകത്ത് വരുന്നത് കുറവ് ടാക്സിൽ. അന്നേരം ഞങ്ങൾ 3000 രൂപ 3500 രൂപ നഷ്ടത്തിലാണ് പോണത്. അതാണ് ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റും. ഡ്രൈവർക്ക് ശമ്പളത്തിൽ കുറയ്ക്കാനാവില്ല, ഡ്രൈവറിന് അല്ലെങ്കിൽ കണ്ടക്ടർക്ക് കുറയ്ക്കാനാവില്ല, കിളിയായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാനാവില്ല, നേരെ മറിച്ച് ഡീസൽ പകുതിയായിട്ട് അടിച്ച് ഓടിക്കാനാവില്ല. അപ്പോൾ എന്താന്ന് പറഞ്ഞാലും കട്ടിൽ ചെറുതാണെങ്കിലും കാലും വേണം, അത് ഉറപ്പാണ്. അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. ഞാൻ ചോദിക്കട്ടെ, കാലാകാലങ്ങളിൽ അത് ഇടതെന്നോ വലുതെന്നോ കൂടാതെ തന്നെ ഈ വരുന്ന സർക്കാരുകൾ നിങ്ങളെ ഞെരുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു.
പൊതുവെ. ഉവ്വ. ആ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സുകാർക്ക്, സ്വകാര്യ ബസ്സുകാർക്ക് ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ധാരാളം ഫാസ്റ്റ് പാസഞ്ചർ ഓടുന്ന ഉവ്വ. ആളായിരുന്നു. ഉവ്വ. അത് പ്രത്യേകിച്ച് പണ്ട് ഉണ്ടായിരുന്ന വലിയ കമ്പനികളുണ്ടല്ലോ, BPK പോലുള്ള, ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ PMS പോലുള്ള, അല്ലെങ്കിൽ കോമ്രേഡ് പോലുള്ള കമ്പനികൾ. അപ്പോൾ ഇപ്പോൾ അത് തൽക്കാലം സർക്കാർ നിർത്തിക്കളയുകയും ഒരു ദീർഘദൂരമായി ഓടുന്ന, പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് കാന്തല്ലൂരൊക്കെ പോകുന്ന ബസ്സുകളുടെ പെർമിറ്റ് ഇല്ലാതാക്കുകയും ചെയ്തു. അതെന്തായിരുന്നു കാരണം? അതായത് അത് ഒരു 10 വർഷത്തിന് മുമ്പേ അത് തുടങ്ങിയതാണ്. അതായത് സൂപ്പർ ക്ലാസ് ബസ്സുകൾ പാടില്ല എന്നുള്ള രീതിയിലാക്കി KSRTCക്ക് പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു നിയമം കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിയപ്പോൾ ആ സൂപ്പർ ക്ലാസ് ബസ്സുകളെല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പാക്കി. അവിടെ ദൂരപരിധി വന്നില്ലായിരുന്നു. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പാക്കി അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 140 കിലോമീറ്ററിന് പ്ലസ് ആയിട്ട് അധികം പോകുന്ന വണ്ടികളെല്ലാം, ആ റൂട്ടുകളെല്ലാം KSRTC ടേക്ക് ഓവർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞൊരു ഓർഡർ വന്ന് അങ്ങനെ ഈ വണ്ടികളുടെ ഒപ്പം KSRTC ഓടി. ഞങ്ങളുടെ വണ്ടികൾ 241 സർവീസുകളാണ് കേരളത്തിൽ അങ്ങനെയുള്ള വണ്ടികൾ സൂപ്പർ ക്ലാസ്സിൽ നിന്നത്. ആ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് സൂപ്പർ ക്ലാസ്സിന് സൂപ്പർ ടാക്സ് ഈടാക്കുമായിരുന്നു. സൂപ്പർ ക്ലാസ്സിന്, അതായത് ഫാസ്റ്റ് പാസഞ്ചറിനും മറ്റേ സൂപ്പറിനൊക്കെ ടാക്സ് കൂടുതൽ വരുമായിരുന്നു. മറ്റേ ഓർഡിനറി ബസ്സിനേക്കാളും കൂടുതൽ വരുമായിരുന്നു. അങ്ങനെ അത് എടുത്ത് പോയപ്പോൾ കുറേ വണ്ടികൾ ഒപ്പം ഓടി, കുറേ വണ്ടികൾ നിർത്തിപ്പോയി. അങ്ങനെ പോകാത്ത വണ്ടികൾ നിലവിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറേ 4 മന്തൊക്കെ ആയിട്ട് ഓടി. ഇപ്പം ഇറങ്ങിപ്പോയപ്പോൾ LDF സർക്കാർ 4 മന്ത് കൊടുക്കാനായിട്ടൊരു ഓർഡർ ഇട്ടിട്ട് പോയി അവസാനം. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ KSRTCയുടെ യൂണിയൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് ഉള്ള സമ്മർദ്ദവും അതുമായിട്ട് ആ കോർപ്പറേഷനെ നന്നാക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ പൊതുഗതാഗതം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും KSRTCയും സ്വകാര്യ ബസ്സും ഒരു കണ്ണികയിൽ വരും. അത് മനസ്സിലാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇതായിട്ടാണ് ഗവൺമെന്റുകൾ കണ്ടു. KSRTCക്ക് നഷ്ടം വന്നാൽ അത് സർക്കാർ വഹിക്കും. ഖജനാവിന്ന് ശമ്പളം കൊടുക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് നഷ്ടം വന്നാൽ ഞങ്ങൾ ഇട്ടും പോവാ. അതാണ് ഈ എണ്ണത്തിൽ ഇത്രയും കുറവ് വന്നത്. ഈ 38,000 കുറവ് വന്നതിന്റെ കാരണം അതാ. മലയാളത്തിൽ ചൊല്ലില്ലേ, കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്നത്. അവസ്ഥ വരുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഈ രംഗത്തുനിന്ന് പാടെ പിന്മാറിക്കഴിഞ്ഞാൽ ഈ KSRTC എത്ര കാലം പിടിച്ചു നിൽക്കുമെന്ന് ഒന്നും പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ഗവൺമെന്റ് ഒരു തീരുമാനം, അതായത് ഇത് നിലനിർത്താനായിട്ട് വ്യവസായം നമ്മൾ മലപ്പുറം ജില്ല പോലുള്ള ജില്ലയിൽ ഇവിടത്തേക്കാൾ കൂടുതൽ പ്രൈവറ്റ് വണ്ടി ഓടുന്നുണ്ട്. ഒരുപാട് വണ്ടിക്ക് ക്ഷീണമുണ്ട്, നിർത്തി. കുറേ വണ്ടികൾ 200 വണ്ടികളോളം ജീഫം കൊടുത്തു. ഇനിയും അത് ഈ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, പിന്നെയും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചരിത്രത്തിൽ കടലാസിൻ്റെ മൂന്നാറിൽ പണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ചരിത്രത്തിൻ്റെ താളുകളിലാവും. കാരണം ഇപ്പം 40% വണ്ടികൾ നിൽക്കുമ്പോൾ ബാക്കി 60% വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനുപോലെ എന്തെങ്കിലും വേറെ ഒരു ഗവൺമെൻറ് മാറുകയോ എന്തെങ്കിലും വരുമ്പോൾ ഇതുപോലെ വേറെ ഒരു സംവിധാനം വരും. അങ്ങനെ ഇതില്ലായ്മ ചെയ്യുമ്പോൾ പൊതുജനം, സാധാരണക്കാരായ ആളുകൾ യാത്ര ചെയ്യാനായിട്ട് KSRTCയെ മാത്രം ആശ്രയിക്കേണ്ടി വരും. KSRTCക്ക് ഒരിക്കലും ഇനി ഏത് ഗവൺമെൻറ് വന്നാലും KSRTCക്ക് കേരളത്തിലെ ഈ യാത്രകളെ പരിഹരിച്ച് ഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ KSRTC ആണെങ്കിൽ PSC വഴി നിയമിക്കുന്നുമില്ല. കരാറടിസ്ഥാനത്തിലാണ് ആളുകൾ ഡ്രൈവറെ, കണ്ടക്ടറെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു വ്യത്യാസം നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അത് ഞാൻ പറഞ്ഞ ജോലിയുടെ സ്ഥിരതയുടെ കാര്യത്തില്ല, ജോലി സുസ്ഥിരതയുടെ കാര്യത്തിൽ വലിയൊരു നേട്ടം അവിടുത്തെ ജീവനക്കാർക്ക് ഉണ്ടാവണില്ല. ഇല്ല. അത് കോർപ്പറേഷൻ്റെ നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. PSCന്ന് എടുത്തു കഴിഞ്ഞാൽ പെൻഷൻ, മറ്റു കാര്യങ്ങൾ എല്ലാം കൊടുക്കും. ഇതാകുമ്പോൾ ഡെയിലി വേജസിലെ പോലെ രീതിയിൽ അങ്ങ് പോകും. ആ രീതിയിലാണ് ചെയ്യുന്നത്. PSCയുടെ എഴുതിയത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ജോലിയെ സംബന്ധിച്ച് വലിയ ആശങ്കകളാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ച്. അങ്ങനെയൊക്കെ അറിയാമല്ലോ, മറ്റു രീതിയിൽ PSC വഴി നിയമനം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് ജോലി സുസ്ഥിരതയുണ്ട്, പെൻഷന്റെ സുസ്ഥിരതയുണ്ട്, ജീവിത സുസ്ഥിരതയുണ്ട്. ഇതൊന്നുമില്ല. അതാണ് വരുന്ന ഗവൺമെൻറ്റുകൾ ഈ പ്രസ്ഥാനം എന്തായാലും കോടികൾ പൊതുഖജനാവിൽ നിന്നും ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ വികസനത്തിനുള്ള പണം ഈ ഇതിന് വേണ്ടിയിട്ട് കോടികൾ, ഇപ്പോൾ 60 കോടി രൂപയാണ് കണ്ട് മാസം വേണം ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ. ഇപ്പോൾ പ്രിയദർശിനി കൂടി വന്നപ്പോഴത്തേനും 100 ദിവസത്തേക്ക് 600 കോടി രൂപ മാറ്റിവെച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഗവൺമെൻറ് പ്രതീക്ഷയെക്കാളും വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകണം. കാരണം ഇവർ കണക്കെടുത്തതിലേക്കാളും ഇരട്ടി സീറോ ടിക്കറ്റാണ് വന്നത്.
ഇവർ ഉദ്ദേശിച്ച ആളുകൾ ഇത്രേ കയറുള്ളൂ, ഒരു ദിവസം 1 കോടി രൂപയുടെ അത്ര, അതിനൊക്കെ അപ്പുറത്തങ്ങ് പോയി, 2 ഇരട്ടി 3 ഇരട്ടി അങ്ങ് പോയി. അങ്ങനെ പോയപ്പോൾ ഗവൺമെൻറ് തന്നെ ഇപ്പം ഇപ്പം ഞങ്ങളുടെ കാര്യത്തിലാണല്ലോ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്, ഒരു കമ്മിറ്റി ഇതൊക്കെ പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഗവൺമെൻറ് ഇതിനകത്ത് കോർപ്പറേഷനിൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. ഇത് അല്ല പഠനം നടത്തിക്കൊണ്ടിരിക്കുക. ഈ 100 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ് പഠനം നടത്തി ഇതിലൊരു വലിയൊരു മാറ്റം ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേക്കാത്ത രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ ഇത് വലിയ അപകടത്തിലേക്ക് പോകും സാമ്പത്തികമായി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകളെ, സ്വകാര്യ ബസ്സുകളെ സർക്കാർ തളർത്തുന്നു എന്ന് പറയുമ്പോഴും ഇപ്പം മൂന്നാറിൽ നിന്ന് പ്രൈവറ്റ് ബസ് പോകുന്നു തിരുവനന്തപുരത്തേക്ക്. അത് കോർപ്പറേറ്റുകളുടെ ബസ്സായിരിക്കും, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി ഇവർ വോൾവോ ബസ് പോലുള്ള ബസ്സുകളൊക്കെ ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോ ഫ്ലോർ ബസ്സൊക്കെ ഇറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ ഈ ദീർഘദൂര പ്രൈവറ്റ് ബസ്സുകൾ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ എങ്ങനെ സാധിക്കും? അത് ATP പെർമിറ്റാണ്. ATP പെർമിറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ വരണ, കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിൽ തന്നെ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ മദർ ടാക്സ് അടയ്ക്കുക. ആ മദർ ടാക്സ് അടച്ചുകൊണ്ട് ഇപ്പോൾ ATP സർവീസ് എനിക്ക് നടത്താം, നമുക്ക് ആർക്ക് ഈ വേണമെങ്കിലും. മദർ ടാക്സ് നമ്മുടെ സർക്കാർ ഇവിടെ അതിൻ്റെ വിഹിതമുണ്ട്, അതിൻ്റെ വിഹിതം ഇത്ര ശതമാനം ആ ടാക്സ് ഉണ്ട്. ഇപ്പോൾ അവരിൽ ടാക്സ് 60,000 എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം വളരെ നല്ല കാര്യമാണ്. കാരണം ഫെയർ നിശ്ചയിക്കുന്ന അവർ തന്നെയാണ്. അതെ, അവർ തന്നെയാണ്. അതിന് ഗവൺമെൻറ്റിന് ഓണർ തന്നെ. അതെ, ഓണർ അതിനുള്ള എങ്ങനെയാണ് അത് കിലോമീറ്റർ അടിസ്ഥാനത്തിൽ ആർടിയുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് അങ്ങനെ അങ്ങ് മേടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടുന്ന് KSRTC മൂന്നാറിൽ നിന്ന് തിരുവനന്തപുരത്തിനുണ്ട്. അപ്പോൾ ആ KSRTC എന്ന് പറയുമ്പോൾ സാധാ വണ്ടിയാണ്. അല്ലെ, അവരുടെ ലോ ഫ്ലോർ ബസ് KSRTC വാങ്ങുന്ന 600 രൂപയാണ്. അത് തന്നെ ഇവർ മേടിക്കും. അത് തന്നെയാണ് ഇവർ. അത് അതിൽ കൂടുതൽ മേടിക്കാൻ പറ്റത്തില്ല, കാരണം കോമ്പറ്റീഷൻ ഇല്ലേ. അപ്പോൾ ഒരിക്കലും അങ്ങനെ മേടിക്കത്തില്ല. പിന്നെ അത്തരം സർവീസുകൾ ഇന്ത്യ ഒട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓൾറെഡി ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ റോബിൻ ആ ഒരു ബസ് വന്ന വിവാദം ഉണ്ടായി. അതാണ് ആദ്യമായിട്ട് വന്നത്, കോയമ്പത്തൂർ പത്തനംതിട്ട കോയമ്പത്തൂരായിട്ട്. അത് മുതലാണ് ഒരു വിവാദമായി, അങ്ങേരെ ഓടിച്ചിട്ട് പിടിക്കുകയും വല്ലാത്തൊരു വലിയ ബുദ്ധിമുട്ടില്ല. അത് പുള്ളി നിലനിന്നു. അതിന്റെ ബേസിലാണ് ഈ മൂന്നാർ ഇപ്പോൾ ഓടുന്നത്. അതിന്റെ ബേസിലാണ് പുള്ളി ഒറ്റയാൾ പോരാട്ടം നടത്തി. അത് പുള്ളി വലിയൊരു സമ്മർദ്ദമായിരുന്നു പുള്ളിനെ ഒഴിപ്പിക്കണമെന്ന്. അതും നടക്കാതെ പുള്ളി പിടിച്ചു നിന്നു. അങ്ങനെ നിന്നതിൻ്റെ ഫലമാണ് കേരളത്തിൽ മൂന്നാർ, ഇടുക്കിയിലൊക്കെ ഇങ്ങനെ ഈ വണ്ടികൾ ഇപ്പോൾ വന്നതിൻ്റെ കാരണം അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളെ പോലെയുള്ളവർ ഇതിനകത്തുനിന്ന് തീർത്ത് നിവൃത്തിയില്ലെങ്കിൽ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കും. അന്നേരം കുറച്ച് പൈസ കൂടുതൽ വേണം, അതനുസരിച്ച് ആളുകൾ വേണം. ഇതൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ബസ് കുറെ കൂടി ഹൈടെക് ആക്കണം അല്ലേ? അല്ല, അത് ഈ ബസ് ഒന്നും പറ്റത്തില്ല. അതിന് വേറെ വണ്ടി തന്നെ വേണം, വേറെ കാറ്റഗറിയാണ്. അത് ആ രീതിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വണ്ടികൾ ഇപ്പം എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നാളെ ഇപ്പം നഷ്ടമാണ്. ഇപ്പം നേരത്തെയൊക്കെ സൂപ്പർ ഫാസ്റ്റും അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് എൻ്റെ ബസ് പറ്റൂല, തൊഴിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോയാൽ വണ്ടി വിറ്റാൽ വില കിട്ടും. കാര്യം വണ്ടി ഓടാം, അവർ മേടിക്കാൻ ആളുണ്ട്. ഈ പ്രിയദർശിനി വന്നപ്പോൾ ഈ വണ്ടി കേരളത്തിൽ ആർക്കും വേണ്ട. ഈ വണ്ടി വിൽക്കാനേ ഉള്ളൂ, ഒരുത്തരം മേടിക്കില്ല. ഇത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സർവീസ് നടത്താൻ വണ്ടിയുടെ ഒരു ഭാഗത്ത് അങ്ങനെ നിങ്ങളുടെ തൊഴിലാളികൾ, അവർക്ക് മറ്റു തൊഴിലൊന്നും പലപ്പോഴും അറിയില്ലെന്നേ. ഇത് ചെയ്ത് തന്നെ വർഷങ്ങളോളം ഈ കണ്ടക്ടർ പണി അല്ലെങ്കിൽ ഡ്രൈവർ പണി ചെയ്ത് ഇങ്ങനെ ശീലിച്ചവരാണല്ലോ. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അടിമാലിയെ സംബന്ധിച്ചല്ലോ, അടിമാലി കട്ടപ്പന പ്രത്യേകിച്ച് ഹൈ റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് കമ്പനികളായിരുന്നു. ആ കമ്പനികളിൽ ജോലി ചെയ്യുന്ന 1-2 ആളുകൾ പാർട്ട്ണർഷിപ്പ് കൂടി അവന് വേറെ പണി അറിയാത്തതുകൊണ്ട് അവൻ്റെ കിടപ്പാടം പണയം വെച്ച് അല്ലെങ്കിൽ അതുപോലെ പലിശയ്ക്ക് മേടിച്ച് അങ്ങനെ 1-2 ആളുകളും ഇതിനകത്ത് കയറി ഈ ബസ് മേടിച്ച് ഈ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. മുതലാളിമാരായിട്ട് ആരും തന്നെ ഇല്ല. അതിനൊപ്പം നിർത്തുന്ന തൊഴിലാളികളും ഏതാണ്ട് ഇവിടെ തന്നെ ഒരു 400-500ഓളം തൊഴിലാളി കുടുംബങ്ങളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിൽ. അതാണ് ഇപ്പോൾ അവർ തിങ്കളാഴ്ചത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ മുതലാളിമാരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ 10,000 വണ്ടി ഉണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ മുതലാളിമാരുടെ ലിസ്റ്റ് ഒരു 200 വണ്ടി കാണുമായിരിക്കും. ബാക്കി 2,000 വണ്ടി, ബാക്കി വരുന്ന 8,000 വണ്ടിയും ഇതുപോലെയുള്ള തൊഴിലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകൾ. വലിയൊരു തൊഴിൽ മേഖല സർക്കാരിന് 10 പൈസ മുടക്കില്ലാതെ ടാക്സ് ഇനത്തിലും മറ്റിനങ്ങളിലൊക്കെ പൊതുഖജനാവിലേക്ക് യാതൊരു നിബന്ധനകളില്ലാതെ കിട്ടുന്ന പൈസ ഇല്ലാതെയാകുക. ഇത്രയും വലിയൊരു പ്രതിസന്ധി നിങ്ങൾ നേരിടുന്ന സമയങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന വാഹനങ്ങളുടെ റൂട്ടിൽ ചില ടാക്സിക്കാർ ആളുകളെ പെറുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ഓട്ടോക്കാരായിരിക്കും, അത് നിങ്ങൾ എങ്ങനെയാണ്? പാർലർ സർവീസ് അത്
സ്വാഭാവികമായിട്ട് ഇപ്പം പണ്ട് രാജാക്കാട് മേഖലയിലൊക്കെ അതിരൂക്ഷമായിട്ടുണ്ടായിരുന്നു. ഇപ്പം നെടുങ്കണ്ടം കമ്പംമെട്ട് ആ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മൂന്നാർ മാട്ടുപ്പെട്ടി കോവിലൂർ റൂട്ട്, പിന്നെ കാന്തല്ലൂർ മറയൂർ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഈ ആപ്പയും മറ്റൊക്കെ വലിയ ശല്യങ്ങളുണ്ട്. അത് ഞങ്ങൾ അവരുടെ യൂണിയൻ്റെ നേതാക്കന്മാരെ കണ്ടു പറയും, പിന്നെ പരാതികൾ കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു ഇതിൽ തട്ടിക്കൂട്ടി പോവും. അത് പൂർണ്ണമായിട്ട് ചിലയിടങ്ങളിൽ ഈ ഓട്ടോക്കാരുമായിട്ടുള്ള ഒരു തർക്കമോ അല്ലെങ്കിൽ ചില വഴക്കിലേക്കൊക്കെ അത് നീങ്ങുന്നു. ഉണ്ട്. അത് ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. കാരണം അവരതുപോലെ അവർക്ക് എത്ര സമയം ഉണ്ടെങ്കിലും ഒരു ബസ് പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ പോകുള്ളൂ. അതുകൊണ്ടാണ് വരുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം പോലും മൂന്നാറിലെ ട്രാഫിക് കമ്മിറ്റി വിളിച്ചപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നടപടി എടുക്കാമെന്ന് പറഞ്ഞു. KSRTC-കാരുമായിട്ട് ഇപ്പോൾ ഈ ഒരു വഴക്കും വെക്കാനോ ഉണ്ടാവാറുണ്ട്? ഒന്നുമില്ല. KSRTC ഒന്നുമില്ല. അത് ഒരു കാലത്ത് വലിയ പ്രശ്നമായിരുന്നു. ചില വണ്ടികളുമായിട്ട് വലിയ പ്രശ്നത്തിലായിരുന്നു. ഇപ്പം എല്ലാവരും ഒരു ലോകത്തിൽ തന്നെയാണ് പോകണം. ഞങ്ങളുടെ അവസ്ഥ അതിൽ ജീവനക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ ഇത് നിന്ന് പോകാമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരും ഇപ്പം ഈ പ്രിയദർശിനി കൂടി വന്നപ്പോൾ ഒരു മനസാക്ഷിയൊക്കെ കാണിച്ചുകൊണ്ടാണ് പോണത്. ചിലർ ഒറ്റപ്പെട്ട ആളുകളുണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ട്, ഞങ്ങളിലുണ്ട്, അവരിലുണ്ട്. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും വഴക്കും പ്രശ്നങ്ങളൊന്നും പരമാവധി ഇല്ല. പിന്നെ സംഘടന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സംഘടനയുടെ രീതിയിൽ കൃത്യമായി ഇടപെട്ട് അതിന് പരിഹാരം. വലിയൊരു സമര പരിപാടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും തന്നെയാണോ നിങ്ങൾ ഈ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ? ഞങ്ങളെ ആ ഒരു രീതിയിലേക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയൊന്നും ഞങ്ങളെ തള്ളിവിടില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങളുടെ മേൽഘടകത്തിനും കേരളത്തിലെ മുഴുവൻ സംഘടന നേതാക്കന്മാർക്കും എല്ലാ ഉടമകൾക്കും ഉണ്ട്. അത് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾ ഗവൺമെൻറ്റിൽ അർപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ 13-ാം തീയതി ചർച്ച അത് അനുസരിച്ചായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ CPO ആണല്ലോ നിങ്ങളുടെ മന്ത്രി? അതെ. അദ്ദേഹം ഒരു ഇന്ത്യയിൽ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികളോട് കുറെ കൂടി ഒരു അനുകൂലമായ മനോഭാവം അദ്ദേഹത്തിന് തന്നെ. അദ്ദേഹം പല കാര്യങ്ങളും സ്റ്റഡീഡാണ്, നന്നായി പഠിച്ചിട്ട് മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഴുനീള മന്ത്രിസ്ഥാനം തന്നെ UDF നൽകിയത്. അപ്പോൾ പലവട്ടം തോൽക്കുകയും ചെയ്ത് പിന്നെ ആ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ജയിച്ച് കയറി വന്ന ആളാണ്. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസ്? ഞങ്ങൾ ഇപ്പോൾ ഈ ഗതാഗത മന്ത്രിയുടെ ആ കസേരയിലിരിക്കുന്ന ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ട്. ഒത്തിരി ആളുകൾ നല്ല ഇച്ചിരി കഴിവുള്ളവരും കഴിവ് കുറഞ്ഞവരും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. വേറെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ, ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഗതാഗത മന്ത്രിയുടെ കസേരയിലിരിക്കാൻ ഇതുവരെ ഇരുന്നിട്ടുള്ളവരിലും ഏറ്റവും യോഗ്യനായ ഒരു ബഹുമാനപ്പെട്ട ജോൺ സാർ നമ്മുടെ ഗതാഗത മന്ത്രി. അദ്ദേഹം ഞങ്ങളെക്കാളും സ്റ്റഡിയിലാണ് ഞങ്ങളെക്കാളും സ്റ്റഡിയിലാണ്. പക്ഷേ സർക്കാരിൻ്റെ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇലക്ഷൻ വാഗ്ദാനത്തിൻ്റെ ഇതിനനുസരിച്ച് ഇത് നടപ്പിലാക്കിയേ പറ്റൂ. അതിനകത്ത് എന്താണ് ഭേദഗതി ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളെക്കാളും ഒത്തിരി കാര്യങ്ങൾ പുള്ളി ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 100% മുഖ്യമന്ത്രി പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ കൈവിടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ പിന്നെ ആലോചിക്കുമ്പോൾ ഞങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഞങ്ങളെ നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു. അപ്പോഴും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ വലിയ സത്യമുണ്ട്, അടിവരയിടേണ്ടതാണ്. ഇത്ര ധൃതി പിടിച്ച് ഇത് നടപ്പാക്കാൻ കാരണം അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ അത് നടപ്പാക്കണമായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടി ഒന്ന് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അത് ആരെയൊക്കെ ബാധിക്കും, എന്തൊക്കെ കോൺസിക്വൻസസ് അതുണ്ടാക്കും, ഏതെല്ലാം തൊഴിൽ മേഖലയെ ബാധിക്കും എന്നതിനെയൊക്കെ പഠിച്ചിട്ട് അത് അല്പം കാലതാമസം വരുത്തി അത് നടപ്പാക്കും. ഓണത്തോടൊക്കെ കൂടി അതിനുള്ള പഠിക്കാനുള്ള സമയമുണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത്ര ദീർഘദൂരം ഒന്നും ഒരുപക്ഷെ അനുവദിക്കേണ്ടിയിരുന്നില്ല. അതുപോലെ ഉദ്യോഗസ്ഥകളെ സംബന്ധിച്ച് ഇപ്പോൾ ശമ്പളമൊന്നും അത്ര കുറവല്ല. അങ്ങേക്കറിയാലോ, സർക്കാർ സർവീസിലെ ശമ്പളം ഏറ്റവും താഴ്ത്ത ക്ലാസ് 4-ലെ ജീവനക്കാരൻ്റെ പോലെ അല്ലെങ്കിൽ ജീവനക്കാരിയുടെ പോലും ശമ്പളം അത്ര കുറവൊന്നുമല്ല. ഒരു നല്ല ശമ്പളമുണ്ട്. പലരും സർക്കാർ ജീവനക്കാർ പുറത്തു പറയാത്ത. അപ്പോൾ അതുകൊണ്ട് അവർ സത്യത്തിൽ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സൗജന്യ യാത്ര വേണ്ടിയിരുന്നില്ല. പക്ഷേ സ്ത്രീകൾ എന്ന നിലയിൽ അതിനെ പൊതുവായി ചെയ്ത സർക്കാരിൻ്റെ ഒരു നന്മയാണത്. അതിന് നമുക്കാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു സാമൂഹിക പരിരക്ഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതങ്ങനെ ഇരിക്കട്ടെ. ഇനിയും വരും കാലങ്ങളിൽ സർക്കാർ കൂടുതൽ അത് പഠനവുമായി ബന്ധപ്പെടുത്തി. അവസാനമായി എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? സർക്കാർ എന്ത് ചെയ്യുമെന്നാണ്? ഞങ്ങൾ ഇപ്പോൾ 100 ദിവസമാണ് ഈ പ്രിയദർശിനി യാത്ര സർക്കാർ 100 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 100 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ്റിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനത്തിൽ ലംഘനമില്ലാത്ത രീതിയിലും പ്രതിച്ഛായയിൽ മങ്ങലില്ലാത്ത രീതിയിലും
ഒരു 100 ദിവസത്തിനുള്ളിൽ ഇതിനൊരു ഭേദഗതി വരുത്താൻ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് കഴിയണം. എങ്കിലേ ഞങ്ങൾക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ടാക്സ് ബാക്കിയുള്ള 50% കൂടി പൂർണ്ണമായിട്ട് കുറച്ചാൽ പോലും ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം ഞങ്ങൾ ആദ്യമേ ആവശ്യപ്പെട്ടത് ഡീസലിൻ്റെ സബ്സിഡി വേണം, അങ്ങനെയൊക്കെ. അതൊക്കെ പ്രായോഗികമായ കാര്യങ്ങളല്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ വെച്ചു. അതപ്പം തന്നെ നടക്കില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി. ഇതുമായിട്ട് പോകരുത്, വേറെ എന്തെങ്കിലും സന്ദേശം തരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഈ 55 വയസ്സിന് മേളിലേക്കുള്ളവർക്കും ഇങ്ങനെ രോഗികൾക്കും വിദ്യാർത്ഥികളും കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ നിലനിർത്താൻ പറ്റും. ശരിക്കും അതാണ് ചെയ്യേണ്ടിരുന്നത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ 20 കിലോമീറ്ററിന് താഴേക്ക് കൊടുത്തിട്ടുള്ളൂ. ഇത് അതിലും കടന്നു കൺവേർട്ട് ചെയ്യാൻ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും കഴിയും. ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും വലിയൊരു സമരത്തിലേക്കോ അല്ലെങ്കിൽ പ്രസ്ഥാനം നശിച്ചു പോകാനുള്ളൊരു ഇടവരുത്തൂല ഗവൺമെൻറ് എന്നുള്ള വലിയ പ്രതിച്ഛായ മുഖ്യമന്ത്രിയിലും ഗതാഗത മന്ത്രിയിലും ഗവൺമെൻറ്റിലും ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ 5 MLA നമ്മുടെ ജില്ലയിൽ 5 MLA ഞങ്ങൾ കണ്ട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടും എല്ലാ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും എല്ലാം കണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ദൈനംദിനം ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ സാർ, വളരെ സന്തോഷമുണ്ട്. സമയം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഈ വളരെ ഒരു പ്രതിസന്ധിയാണ് നിങ്ങൾ നേരിടുന്ന, വലിയ പ്രതിസന്ധിയാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായി ആഴത്തിൽ സംസാരിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട് മീഡിയാറ്റിന് വേണ്ടി വന്നതിലും സംസാരിച്ചത്. നന്ദി. ചർച്ച അവസാനിക്കുമ്പോൾ താലൂക്ക് പ്രസിഡന്റായ PC രാജന് ഒട്ടേറെ പ്രതീക്ഷകൾ അവശേഷിക്കുകയാണ്. ഈ സർക്കാരിൽ അവർക്ക് പ്രത്യാശയുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ വലിയ ഒരു വ്യവസായത്തെ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. വരുന്ന നാളുകളിൽ പ്രൈവറ്റ് ബസ്സുകൾ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ നമ്മുടെ നിരത്തുകളിൽ നിന്നും പൊതുനിരത്തുകളിൽ നിന്നും ഇല്ലാതാവില്ല എന്ന് തന്നെ കരുതാനാണ് മീഡിയ നെറ്റിനും കാഴ്ചപ്പാടിനും താല്പര്യം. നന്ദി, നമസ്കാരം.